പ്രജിത, ഈ ഉക്രൈൻ റഷ്യയുടെ മേൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഉക്രൈൻ റഷ്യയുടെ ശത്രുവാന്ന് തുടങ്ങിയിട്ട് കാലങ്ങളായി ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റഷ്യ പോലുള്ള രാജ്യത്ത് GPS സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും GPS സംവിധാനങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് 100-ൽ പരം ഡ്രോണ് തകർത്തിരിക്കുന്നത്. അപ്പൊ അത് എന്തോ ചതി, റഷ്യക്ക് അകത്തുള്ളവർ തന്നെ GPS-നെ തകർത്ത് വെച്ചിട്ട് വല്ലതും ആണോ? അതിനകത്തുള്ളവർ പാലം വലിച്ചു? അതിന്റെ തല എന്ന് പറയുന്നത് ഒരു 18 മാസം എടുത്ത് അവർ നടത്തിയ ഒരു പ്രയത്നം കൂടിയാണ് ഉക്രൈൻ, അങ്ങനെ പറയേണ്ടി വരും. അവർ അതിനു വേണ്ടി എടുത്ത എഫേർട്ട്, സെലൻസ്കി അത് പ്ലാൻ ചെയ്തെടുത്തത് 18 മാസത്തെ പ്ലാനിങ് ആണ്. ഈ 18 മാസത്തെ പ്ലാനിങ് വരുന്നു. യുക്രൈൻ്റെ സെക്യൂരിറ്റി സർവീസ് ആയിട്ടുള്ള SBU അത് നടപ്പാക്കുന്നു. അപ്പോൾ 117 ഡ്രോണുകളാണ് ഒന്നടങ്കം അവിടെ നാശം വിതച്ചത്. സത്യത്തിൽ പുടിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അത് ഞെട്ടി എന്ന് പറയുന്നത് നമുക്ക് മറ്റു വാക്കുകളൊന്നുമില്ല. കാരണം പുടിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയാണ്. കാരണം 18 മാസമൊക്കെ എടുത്ത് യുക്രൈൻ ഇത്തരത്തിലൊരു കാര്യം, അതും അടിപതറിയിരിക്കുന്ന ഒരു രാജ്യം ഇത്തരത്തിൽ ചെയ്യുമെന്നുള്ളത് പുടിൻ എന്നല്ല ഒരു രാജ്യത്തിൻ്റെ തലവനും സത്യത്തിൽ ചിന്തിക്കില്ല. ഞാൻ എന്റെ സംശയം ചോദിച്ചോട്ടെ, ഈ ഉക്രൈനുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് റഷ്യയുടെ കേസിൽ അമേരിക്ക ഇടപെട്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെ അല്ലേ? അതെ, അല്ലേ? ആ സന്ദർഭവുമാണ്. ഈ ഒരു സന്ദർഭം മിക്കവാറും ഇവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ വരെ വേദി വരെ ഇവർ നിശ്ചയിച്ചിരുന്നു അല്ലേ? തുർക്കിയിൽ എങ്ങാണ്ടായിരുന്നു ആ വേദി എന്ന് എനിക്ക്. അതെ, അപ്പൊ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. ഈ നടക്കുന്നത് എന്ന് പറയുന്നത്, ഇതിനിട്ടിരിക്കുന്ന പേര്, യുക്രൈൻ ഈ ഒരു പ്രോജക്റ്റിന് പദ്ധതി നടപ്പാക്കാൻ, അത് നമ്മൾ ഓരോ ഓപ്പറേഷൻ ആണല്ലോ, ആ ഓപ്പറേഷൻ, അതെ, ആ ഓപ്പറേഷൻ ഇട്ട പേര് സ്പൈഡേഴ്സ് വെബ് എന്നാണ്. സ്പൈഡേഴ്സ് വെബ് സത്യത്തിൽ ഒരു സ്പൈഡർ കണക്കാണല്ലോ. അപ്പോൾ അതൊരു കൂട്ടത്തോടെ സ്പൈഡേഴ്സ് എന്ന് പറയും. അങ്ങനെ ആലോചിച്ച് നോക്കിയാലും നമുക്കത് തെറ്റ് പറയാൻ പറ്റില്ല. എന്തായാലും പുടിൻ ഞെട്ടി എന്നുള്ളതാണ്. ചേട്ടൻ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ GPS സംവിധാനത്തെയൊക്കെ എങ്ങനെ എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുമ്പോൾ FPV എന്ന് പറയുന്ന ഡ്രോണുകളാണ് ഇവരിതിൽ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഫ്രണ്ട് ക്യാമറകളൊക്കെ ഉണ്ട്. ഈ ഡ്രോണുകൾ ആക്രമണ ദൃശ്യം അത് കൃത്യമായിട്ട് പൈലറ്റിന് ക്യാമറ കണ്ണിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഡ്രോണാണ്. മാനുവലായിട്ട് ഡ്രോണുകളെ നിയന്ത്രിക്കാൻ അതുവഴി ഇതിന്റെ ഓപ്പറേറ്റർക്ക് കഴിയുകയും ഒക്കെ ചെയ്യും. റഷ്യയുടെ GPS ജാമിങ്ങിനെ അങ്ങനെയാണ് അവര് മറികടന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിരീക്ഷണ ക്യാമറകൾ വഴി എത്തേണ്ടടുത്ത് എത്തുകയും അവർക്ക് അവിടെ നിന്ന് ഇതിനെ എങ്ങനെയെല്ലാം മറികടക്കാൻ പറ്റും എന്നുള്ളത് അവിടെ ഇരിക്കുന്നയാൾക്ക് നിയന്ത്രിക്കാനും പറ്റും. തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇവർക്ക് എന്തെങ്കിലും ചാരനുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരേണ്ട വിവരമാണ്. എന്തായാലും ഒരു ട്രക്കിലാണ് ഈ ഡ്രോണുകൾ അത്രയും ഇവർ ഈ പറയുന്ന റഷ്യയിലേക്ക് എത്തിച്ചത്. ഒരു ട്രക്കിലാണ്. അപ്പോൾ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് ആണ് ഇത് ആക്രമണ ലക്ഷ്യങ്ങളിലെല്ലാം തന്നെ എത്തിച്ചത്. സത്യത്തിൽ ഒരു കള്ളക്കടത്ത് നടത്തുന്നത് പോലെ അവരതിനെ അങ്ങോട്ടേക്ക് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിർത്തിയിൽ റഷ്യൻ സുരക്ഷാ സേനയൊക്കെ ഉണ്ട്. ആ സുരക്ഷാ സേനയുടെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇതെങ്ങനെ എത്തിച്ചു എന്ന് പറയുമ്പോൾ, ഓഫീസ് ഈ മരത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഓഫീസിൻ്റെ ക്യാബിനുകൾ, അലമാരികൾ, ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ ട്രക്കിൽ ഈ കാര്യങ്ങൾ, ഈ ഡ്രോണുകൾ 117 ഡ്രോണുകൾ റഷ്യയിലേക്ക് അവർ എത്തിക്കുന്നത്, ഈ സെക്യൂരിറ്റി സർവീസ് ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഈ ക്യാബിനുകൾ എല്ലാം തന്നെ, അപ്പോൾ നമ്മൾ വിചാരിക്കുക എങ്ങനെ ഇത് തുറന്നു? ഈ ക്യാബിനുകളും അവർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് തുറന്നത്. അപ്പോൾ അതാണ് ഇതിൽ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ യുക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഹരമാണ്, ഏൽപ്പിച്ച ഒരു പ്രഹരമായിരുന്നു അത്. അപ്പോൾ ഈ AI സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ റഷ്യൻ യുദ്ധവിമാനങ്ങളെയൊക്കെ ഈ ഡ്രോണുകൾ തിരിച്ചറിയുകയും ചെയ്തു. അവിടെയാണ് അവർക്ക് ഇത്രയേറെ വിഷയങ്ങൾ പറ്റിയിട്ടുള്ളത്. അപ്പം യുക്രൈൻ്റെ വാർത്താ ഏജൻസി ആയിട്ടുള്ള RBC ന്യൂസ് ഇത് പറഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രക്കുകളുടെ പുറകിൽ ഈ പറഞ്ഞ പോലെ ഒളിപ്പിച്ചുകൊണ്ട് ഇവർ ഇത് കടത്തുന്നു.
റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ ക്യാബിനുകളൊക്കെ തുറന്നുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നു. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുറക്കാന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ക്യാബിന്റെ റിമോട്ട് കൺട്രോൾ ഒക്കെ അവരെ കയ്യിൽ നേരത്തെ കിട്ടണ്ടേ? അത് പറയുന്ന പോലെ കൊന്നിട്ട് ഇത് ടെക്നിക്കലി ഉള്ള കാര്യങ്ങളാണല്ലോ. ഇവിടെ നിന്ന് കണക്ട് നമുക്ക് എവിടെ നിന്ന് ഇപ്പൊ ചില യുദ്ധവിമാനങ്ങളുടെ ഒക്കെ സാങ്കേതികത നമുക്ക് തരില്ല. അത് നമ്മൾ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ അവർക്ക് അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട് അതിനെ ജാം ചെയ്യാൻ പറ്റും. ശരിയാണ്, അവരുടെ അത്രയേറെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതാണ്. അപ്പോ ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ അവിടെ എത്തുമ്പോഴും ഈ പറയുന്ന ക്യാബിനുകളാണെങ്കിലും ഇവരെല്ലാം ഇത് അറിഞ്ഞുകൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെതായ ടെക്നിക്ക് എന്താണോ അത് യുക്രൈൻ ഫോഴ്സിന്റെ കയ്യിൽ കാണും. അതല്ലാതെ അവർക്ക് അങ്ങനെ എത്തിച്ച് അവിടെ എത്തി ഇത് തുറന്നു കൊടുക്കാനൊന്നും ആളില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിലാണ്. അപ്പൊ ഈ ട്രക്കുകളെല്ലാം തന്നെ ഇവരുടെ വ്യോമതാവളം ഉണ്ടല്ലോ, റഷ്യയുടെ വ്യോമതാവളത്തിന് അടുത്ത് ഈ ട്രക്കുകളെല്ലാം തന്നെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ആ നിലയുറപ്പിച്ച സമയത്ത് റഷ്യൻ യുദ്ധവിമാനങ്ങളൊക്കെ ഇതിലുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തുകയും പിന്നീട് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യുക്രൈനിലേക്ക് തൊടുക്കാൻ വേണ്ടിയിട്ട് ദീർഘദൂര മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റഷ്യ. TU-95, TU-22 സ്ട്രാറ്റജിക് ബോംബറുകളും TU-22 M3 എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ബോംബറുണ്ട്. അതിന് $40 മില്യൺ. TU-95ന് $30 മില്യൺ. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഒന്നിന്റെ പേര് F-50 എന്നാണ്. ഈ F-50 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് $350 മില്യൺ ചെലവ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, യുക്രൈൻ അയച്ചത് ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ വെച്ചിട്ട് എത്ര കോടികൾ, ശതകോടികളുടെ നഷ്ടം എന്ന് പറയുന്ന കണക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത് സെലൻസ്കി. അപ്പോൾ സെലൻസ്കി കൊടുത്തു എന്ന് പറഞ്ഞ് സെലൻസ്കിക്ക് അവിടെ ആശ്വസിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഉറപ്പായിട്ടും തിരിച്ചടി ഉണ്ടാകാം. എന്തായാലും തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് മറ്റൊരു കാര്യം, ഇതിന് യുക്രൈന് പിന്നിൽ യുക്രൈന് ഈ ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടത്. പിരികേറ്റി വിട്ടുകൊടുക്കേണ്ടത് ആരാണ്, ഇപ്പോഴും പിരികേറ്റിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ കാരണം ഒരു സമാധാന ചർച്ചയിലേക്കൊക്കെ ഇരു രാജ്യങ്ങളും പോകാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുക, അതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ഇത്തരത്തിലൊരു ആക്രമണം, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. 18 മാസമാണ്. പക്ഷെ ഇവരിവിടെ നിന്ന് ഉപയോഗിക്കാതെ അതവിടെ ആക്രമണം നടത്തില്ലല്ലോ. അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു പിരികേറ്റൽ അമേരിക്ക ഡബിൾ പ്ലേ കളിച്ചു അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അമേരിക്കയുടെ വാക്ക് കേട്ടൊക്കെയാണ് യുക്രൈനിലേക്ക് ഈ പറയുന്ന യുക്രൈൻ റഷ്യക്ക് നേരെയൊക്കെ തിരിയുന്നത്. അതെ, അവർ ഡബിൾ പ്ലേയുടെ ആൾക്കാരാണ്. എന്തായാലും GPS ജാമിങ്ങിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമെന്ന് പുടിൻ പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല, സ്വപ്നേന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.